ടിക്കറ്റ് നിരക്കിലെ കൊള്ള തുടർന്ന വിമാന കമ്പനികൾ നിലവിൽ കമ്പനികൾ 100% വരെ ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത്. ഇതിന് പുറമെയാണ് വിമാനം റദ്ദാക്കുന്നത് മൂലമുള്ള പകൽ കൊള്ള യാത്രക്കാർ അനുഭവിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം സമാധാനത്തിന്റെ പാതയിലേക്കോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. അതിനിടയിൽ ഒരു അയവും യാത്രക്കാർക്ക് നൽകാതെ വിമാന കമ്പനികൾ വിലസുകയാണ്. വിമാന കമ്പനികൾ സർവീസ് തുടങ്ങിയത് പ്രവാസികളെ ശരിക്കും തുണച്ചില്ല എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാകുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം സംഘർഷത്തിന് പിന്നാലെ വിമാന കമ്പനികളാണ് ഇപ്പോൾ നേട്ടം കൊയ്തിരിക്കുന്നത്. ടിക്കറ്റ് നിരക്കിലെ കൊള്ള തുടർന്നിരിക്കുകയാണ് വിമാന കമ്പനികൾ. അതായത് ഏകദേശം 100% വരെ ഉയർന്ന നിരക്കാണ് നിലവിൽ കമ്പനികൾ യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത്. UAE-യിലേക്ക് 7,500 രൂപ ടിക്കറ്റ് നിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 1,00,000 മുകളിലാണ് നൽകേണ്ടത്. പല ദിവസങ്ങളിലും ഇത്തരത്തിലാണ് കമ്പനികൾ ഈടാക്കുന്നത്. ഇതിനു പുറമെയാണ് ഇപ്പോൾ വിമാനം റദ്ദാക്കൽ മൂലമുള്ള പകൽക്കൊള്ള തുടരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് ഇന്ത്യൻ വിമാന കമ്പനികളാണ് ഇക്കാര്യത്തിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്നത്. നിലവിൽ UAE-യിലെ ദുബായ്, ഷാർജ, റാസൽ ഖൈമ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്ന് നാട്ടിലേക്കുള്ള ചുരുക്കം ചില സ്ഥലങ്ങളിലേക്കല്ലാതെ പല സെക്ടറുകളിലേക്കും ഇന്ത്യൻ എയർലൈനുകൾ സർവീസ് നടത്തുന്നില്ല. പക്ഷേ ടിക്കറ്റുകൾ ഒഫീഷ്യൽ ഓൺലൈൻ വെബ്സൈറ്റുകളിലും മറ്റും സുലഭമായി ലഭിക്കുന്നുമുണ്ട്. ഈ ടിക്കറ്റുകൾ വിശ്വസിച്ച് അത്യാവശ്യമായി നാട്ടിലെത്തേണ്ടവർ വൻ തുക നൽകിയാണ് ടിക്കറ്റുകൾ എടുക്കുന്നത്. ജോലി നഷ്ടമായവരും അടിയന്തര അവധി ആവശ്യമുള്ളവരും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയല്ല പാളിച്ച. യാത്രയുടെ തലേദിവസം പലർക്കും വിമാനം റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിക്കുകയാണ്. റീഫണ്ടിനു പകരം മറ്റൊരു ദിവസമാണ് കമ്പനികൾ അനുവദിക്കുന്നത്. കൂടാതെ ഇറങ്ങേണ്ട വിമാനത്താവള മാറ്റവും അനുവദിക്കും. റീഫണ്ട് ആവശ്യപ്പെടുന്ന യാത്രക്കാർക്ക് വിവിധ കിഴിവുകൾ കഴിഞ്ഞ 30% മാത്രമാണ് തിരിച്ചു നൽകുന്നത്. ഈ പ്രവണത പല കമ്പനികളും നടത്തുന്നുണ്ടെന്നാണ് പ്രവാസികളുടെ ആരോപണം. സർവീസുകൾ നടക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്ത ടിക്കറ്റുകളാണ് നൽകുന്നത്. 70% വരെ ടിക്കറ്റ് നിരക്ക് അനധികൃതമായി കീശ കാലിയാക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ വിമാന കമ്പനികളും ഈടാക്കുന്നത്. വിദേശ വിമാന കമ്പനികൾ ഇതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് യാത്രക്കാർ പറയുന്നുണ്ട്. മാത്രമല്ല ടിക്കറ്റ് നിരക്കുകൾ കൂടുതലാണെങ്കിലും വിമാനം റദ്ദാക്കൽ പരിമിതമാണെന്നും ഇവർ പറയുന്നു. അഥവാ റദ്ദാക്കിയാൽ തന്നെ ടിക്കറ്റ് നിരക്ക് കാര്യമായ കുറവില്ലാതെ തിരിച്ചു തരുന്നതായും യാത്രക്കാർ പറയുന്നുണ്ട്. എന്താണ് ഇന്ത്യൻ വിമാന കമ്പനികൾക്കിടയിലെ കൊള്ള തുടരുന്നതെന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇതിൽ കടുത്ത നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.